ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് 22-ാം തീയതി വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മള് രാവിലെ എണീക്കുമ്പോ തന്നെ തൊണ്ട ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാങ്കോക്കിൽ എത്രാം ദിവസം 4th ഡേ അല്ലേ? ഓക്കെ, 4th ഡേ ആയിട്ട് ഞങ്ങള് എല്ലാവരും റെഡിയായി ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ്. അതെ, സമയം പറഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ്. അപ്പൊ ഷോപ്പിങ്ങിന് കുറെ ദിവസം മുമ്പായിട്ട് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നൂഡിൽസിലൊക്കെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ നിന്ന് പോയിക്കൊണ്ടിരിക്കണം. ഇതിൽ കൂടുതൽ പോർക്ക് ഐറ്റംസ് ഒക്കെ ഉള്ളത് നോക്കാം. നമുക്ക് പറ്റിയ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ഞാനപ്പോ പറഞ്ഞു നിങ്ങൾക്ക് ഓർഡർ ചെയ്തോ? വേണ്ട, ഞാൻ നോക്കിയിരിക്കും. ഇതൊന്നും എനിക്ക് സെറ്റ് ആവില്ല. കുഴപ്പമില്ല ഗീസ്. അപ്പൊ ഭക്ഷണം നോക്കിയിരിക്കും, ഞങ്ങളെല്ലാം കഴിക്കും. ഓക്കെ, സൈഗോടെ മറ്റേ ചോപ്സ്റ്റിക് ഒക്കെ പിടിച്ചോണ്ടിരിക്കണേ നാവോടി നടക്കാൻ തുടങ്ങി. എങ്ങനെ പിടിച്ചെങ്ങനെ കാണിച്ച് ചോപ്സ്റ്റിക് പിടിക്കും? ഇംഗ്ലീഷ് മെനു ദീദിക്കറിയാം, നിനക്കറിയില്ല. അന്ന് എനിക്കറിയില്ല. എനിക്ക് ചെറുതായിട്ടറിയാം. നിനക്ക് ചെറുതല്ല. അപ്പൊ ദീദി പിടിച്ചേ ചോപ്സ്റ്റിക്. സുനി ചോപ്സ്റ്റിക് വെച്ചിട്ട് സുനിന്റെ കഴിക്കുന്നത് ചെറുതായിട്ട് ഈസി. കുറച്ച് മുകളിൽ പിടിക്കണം. അങ്ങനെ ഓക്കെ, നിങ്ങൾ മെനു നോക്കിയാലോ? ഞാൻ പറഞ്ഞല്ലോ എന്റെ കാര്യം. ഞാൻ പറഞ്ഞ പോലെ പറയാൻ തുടങ്ങി. ഓർഡർ കൊടുക്കും, ഓർഡർ കൊടുക്കും. വന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. അതുപോലെ തന്നെ ആണോ? പുള്ളിക്ക് സൈക്കുന്ന ചോപ്സ്റ്റിക് ഗൂഗിളിൽ ഷിയോ റാമൻ എന്ന് പറഞ്ഞാല് ജാപ്പനീസ് ഫ്ലേവറാണ്. ഷിയോ റാമൻ. അപ്പൊ ഏതാണ് ടേസ്റ്റ് നോക്കി നമുക്ക് ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷെ രാജിക്കത്ത് ഗൈസ് എങ്ങനെ സോനു മഷു ഓർഡർ ചെയ്ത ഐറ്റം അതുണ്ട്. സോനു ഓർഡർ ചെയ്ത പച്ചക്ക് വെച്ചിട്ട് അല്ലാതെ ഇനി പശുവിനല്ലേ, അത് മനുഷ്യന്മാരില്ല. നമുക്ക് അറിയൊക്കെ വെച്ചില്ലാറില്ല. എന്റെ പരിപാടി കൊള്ളാ. സോനു വിട്ട് സൈക്കൊക്കെ ഓർഡർ കൊറേ ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൊളി ഒരു ശീലേട്ടാ. മുളകല്ല രണ്ട് കോല് വെച്ച് തിന്നാനല്ല, ഇത്ര വലിയ കാര്യമൊന്നുമില്ല. ഞാൻ തിന്നും, ഞാൻ ഈസി ആയിട്ട് തിന്നും. അതൊക്കെ കൈ ഉണ്ടല്ലോ, കൈ വെച്ച് തിന്നും. ആ പെരുമ്പറ തിന്നാൻ മുളക് സോനു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഒരു കൈ സപ്പോർട്ട് സൈഗൂര് ഇതേടാണെന്ന് പറഞ്ഞ ഒരു കൈ സപ്പോർട്ട്. ഇത് ഇതിന്റെ പേരെന്താ? അത് പച്ച അങ്ങനെ തന്നെ കടിച്ചു തിന്നല്ലോ, തുറന്നാണ് തിന്നണ. അതങ്ങനെ കടിച്ചു തിന്നല്ലേ, തുറന്നില്ല. പയറ് തിന്നണ കടിച്ചു. സോനു ഇനി നിനക്ക് എന്തെത്തില്ല, നീ പേടിക്കണ്ട. കാരണം നീ അതിനെക്കാട്ടി വലിയ ഐറ്റമൊക്കെ തിന്ന് കഴിഞ്ഞു. ഇനി ഇതൊക്കെ എന്ത് താങ്ക് യു. പിന്നെ ഞാൻ വീഡിയോസിൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവര് പച്ചക്കറി തിന്നാത്തോണ്ടായിരിക്കും. സാധാരണ പുടുങ്ങിയ താങ്ക് യു. നൈസ് ആയിട്ട്
നിന്റെ ഐറ്റം വരുന്ന ഞാൻ തീർക്കും. നീ എന്താ അതിന്റെ ചിക്കൻ മൊത്തം ഞാൻ തീർക്കും. പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ് ആയി. നീ ഓർഡർ ചെയ്യേണ്ടത് ഞാൻ ഉണ്ടോ? ഇല്ല, ഇല്ലേ? ഞാൻ ഓർഡർ ചെയ്തേക്കും. ഞാൻ കൊറിയൻ ചിക്കനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓ ഓ നല്ല രസാണ്. നല്ല സാധനം. സൈഗു ഞാനൊക്കെ ചിക്കൻ വിങ്സ് ആണ് ഓർഡർ ചെയ്യുന്നത്. അതെ. അതെ, പൊളിക്ക സൈഗു, അല്ല സൈഗു. ഞാൻ ശരിയാക്കിയല്ല മാല ഫ്ലൈറ്റ് തീർന്നു. മറ്റു മാല അതാണ് ശരിയാക്കി. ഞാൻ മാല ചിക്കൻ പഴം പെഞ്ഞായിക്ക് മാത്രം എന്നെ ഓർമ്മ. ജീവക്ക് പാലുണ്ടാവും അതാ. കാഴ്ച കേട്ടോ, മഷർക്ക് മാത്രമല്ല Oh. പൊളിക്കാം. സോന അവിടുത്തെ ഫുള്ള് സെർച്ച് ചെയ്ത് പഠിക്കണതിനെ പറ്റി. Edamame is ബാക്കിലോട്ട് പോവാം. Edamame is a East Asian dish prepared with immature soybean. സോയാബീൻ ആയിരുന്നല്ലേ? ഞാൻ മറ്റേ എന്താണ് പീസ് പോലത്തെ സംഭവം എന്ന് വിചാരിച്ചത്. ഇത് തീർത്തു. ആ സോയാബീൻ ഇല്ല, ഉപ്പിലിട്ട് പുഴുകിയത് തിന്ന അങ്ങനെ നമ്മ കപ്പലിന്റെ ഉപ്പിലിട്ട് പുഴുകൂല ആ ടേസ്റ്റ്. പച്ചക്കറി നിനക്ക് ഇഷ്ടമല്ലല്ലോ. ലൈറ്റ് വെച്ച് വന്ന് തിന്നുന്നു. Which are boiled or കളിച്ചു steamed. കളിക്കണം. കൊള്ളൂല കേട്ടോ. ആണോ? പച്ചക്കറി തന്നെയാണ്. ആണോ? എനിക്കൊന്ന് കാണിച്ച് നോക്കണം. ഞാൻ അങ്ങനെ ഇട്ട് നോക്കട്ടെ. എന്റെ ഉണ്ട മാത്രം തിന്നത്. നീ തൊലിയാണ് തിന്നത്. ഞാൻ തിന്നതാണത് ഫുള്ള്. അതല്ല വേവറിഞ്ഞല്ല അങ്ങനെ തിന്നണ്ട സാധനം. അങ്ങനെ ഞാൻ വീഡിയോയിൽ കണ്ടത് ഇത് മാത്രം കഴിക്കണതാ. ആണോ? ആൾക്കാർ ഇങ്ങനെ പൊളിച്ച് തിന്നോണ്ടിരിക്കണത്. അപ്പൊ ഞാൻ ഓക്കെ കഴിച്ചപ്പോഴേക്കും ഓക്കെ. ഇങ്ങനെ കൊള്ളാം, ഒരു പയറ് തിന്നണ പോലത്തെ ഫീൽ. ഉപ്പിലിട്ടത് പുഴുങ്ങിയതാ. അതെ തന്നെ, കുറച്ച് ഉപ്പിലിട്ട് കുറച്ച് വിനാഗിരിയൊക്കെ വെച്ചാൽ നൈസായിരുന്നു. അല്ല ഇത് ഉപ്പിലിട്ടാണ് പുഴുങ്ങിയത്. ഉപ്പ് കുറവാ. ഇത് സോയ സോസ് ആണ് അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള Dish has become popular across the world because it is rich in vitamins, dietary fiber. കളിക്കട എന്നിട്ടും ബിയട്ടോ എബ്രുത് ഇവിടെ ഇങ്ങനെ എബ്രുതിന് എന്തോരൊക്കെ പേടിയാണ്. It's often a Japanese ആ സ്റ്റൈല്. culinary. ഗൈസ് അങ്ങനെ സോന ഓർഡർ ചെയ്തായിട്ട് ഞാനാണ് ഇപ്പൊ ഫുള്ള് കഴിച്ച് തീർത്ത്. ഇതല്ലേ, ഇത് ഇത്ര ഫുള്ള് ഞാൻ തുറന്നു കഴിച്ചു. സോനന്റെ കയ്യില് കുറച്ചുണ്ട്. കുറച്ച് എടി നിന്നെ ഹെൽപ്പ് ചെയ്തും പോരാ എന്നിട്ട്, അല്ലെങ്കിൽ നീ പെട്ടെന്ന് ഒറ്റക്കിനുണ്ടോ വന്നേനെ. അങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ ചിക്കൻ ഐറ്റം വന്നു ഗൈസ്. ചിക്കൻ വിങ്സ്. ഇതൊരു ജാപ്പനീസ് സ്റ്റൈലിലാണ് അവർ ചെയ്തേക്കുന്നത് പറഞ്ഞത് അല്ലേ? ആ കൊറിയൻ, സോറി കൊറിയൻ. കഴിച്ചു നോക്കിയ സുനു, നല്ല ചൂടുണ്ട്. കഴിച്ചോ അങ്ങനെ ഇടുന്നു. കൊറിയൻ ചിക്കൻ വിങ്സ്. കഴിക്കും സൈഡ് കഴിച്ചോ, കഴിക്കും. കൊള്ളാവോ? കൊള്ളാവോ? പക്ഷെ എനിക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത്രയും നല്ലതായില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ എങ്ങനെയുണ്ട് സൈ? ക്ലിയർ ഉണ്ടോ? ഇവിടുത്തെ എല്ലാ ഫുഡും എനിക്ക് ഇഷ്ടമായിക്കൊണ്ടേ ഇരിക്കുന്നു. പൊളിക്ക് സൈ, പൊളിക്ക്. എല്ലാരും തീർക്കും കൈസ്, ഇവിടെ നടക്കണതാ. പിന്നെ ഇടക്കാണ് മഷീനെ ഓർമ്മിച്ച് വായിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താ ആ ഉണ്ട്. പക്ഷെ ഇതൊക്കെ അതേ കൈയിട്ടോണ്ടിരിക്കണില്ലേ? സുനുവൊക്കെ അതേ ഇപ്പൊ 10 കഴിച്ചു തോന്നുന്നു. ഓക്കെ ഗൈസ്, ഞാൻ കഴിക്കട്ടെ. ഇത് ഞാനാദ്യം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോ എനിക്ക് അത്ര വലിയ ഗുമ്മായിട്ട് തോന്നിയില്ല. അതെ, സോസിലാണ്, സോസിന്റെ ടേസ്റ്റാ. ചിക്കൻ ഇങ്ങനെ ഉണക്ക ചിക്കൻ പോലെ നല്ല ഇഷ്ടമായോ? സോസ് ഉള്ള സോസ് വേണം. ആ സോസിന്റെ ഇതിനെ പവറിലാണ് നമ്മൾ തിന്നുന്നത്.
ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ടേസ്റ്റ് ഉണ്ട്, ആ ടേസ്റ്റ് അല്ല കിട്ടിയത്. അത് നമ്മൾ അന്ന് അവിടെ എക്സ്പെക്ട് ആയിട്ട് കിട്ടണമെന്നാണെങ്കിൽ ചിക്കൻ ഫ്ലഫി ആയിട്ടിരിക്കണം. ഭയങ്കര ഡ്രൈ മനസ്സിലായ സോസ് ഇട്ടിട്ട് സോസി ആക്കി നമ്മൾ മലേഷ്യയിൽ അന്നൊന്ന് കഴിച്ചില്ലേ, ഏതോ മോളിന്റെ ഉള്ളില് 7-11 കൺവീനിയൻസ് സ്റ്റോർ എന്തോ, അവിടുന്ന് ഒരു ചിക്കൻ കഴിച്ചില്ലേ ഇങ്ങനെ സോസി, അത് കൊള്ളാറുണ്ട് കൊള്ളാറുണ്ട്. ഇത് അത്ര ഞാൻ വിചാരിച്ച അത്ര ഇതൊന്നുമില്ല. സുനു ഓർഡർ ചെയ്ത ഐറ്റം എന്താ സുനു സാധനം? ഇത് മാല ചിക്കൻ റൈസ് ബൗൾ. മാല ചിക്കൻ റൈസ് ബൗൾ. ഇത് ഇതിന്റെ കൂടെ മീസോ സൂപ്പ് വരും. സൂപ്പാണല്ലേ? എങ്ങനെ സൂപ്പ് ഇട്ടിട്ട് നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. സോനു തന്നെയല്ലേ ഓർഡർ ചെയ്തത്? ടെരിയാക്കി ചിക്കൻ റൈസ് ബൗൾ. ചിക്കൻ റൈസ് വിത്ത് മിസോ സൂപ്പ്. എന്റെ സൂപ്പ് അവിടെ പേടിയാണ് ഇവിടെ ഉണ്ട്. നല്ല രസം, നല്ല രസം. വിത്ത് മിസോ സൂപ്പ്. ഞാൻ ഓർഡർ ചെയ്തില്ലേ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ്? പറഞ്ഞാലേ കിട്ടുള്ളൂ. സ്പൂൺ തന്നെ, ഒരു സ്പൂൺ കഴിച്ചു നോക്കി എങ്ങനെയുണ്ട്? അതാദ്യം അതിന് സൂപ്പ് ഇട്ട് കഴിക്കാം. വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ചിക്കൻ കഴിച്ചോടെ. ഇല്ല ബോൺ ഉണ്ടാവോ? ഇല്ലല്ലോ. കൊള്ളാവോ? ആണല്ലേ? അപ്പൊ റൈസ് ഇന്നലെ പൊളിയായിരിക്കും. വീണ്ട ബ്രോ അതെ. കൊള്ളാവോ? ഈ അൽഫാം പോലെ തോന്നി. ആണോ? പെപ്പർ കഴിച്ചു. വായിലിട്ടിട്ട് വോമിറ്റ് ചെയ്യണം. ഇതാണ് ഇഷ്ടം. സ്പൈസി വൺ. കഴിച്ചു നോക്കി എങ്ങനെയുണ്ട്? ഇനി സ്റ്റോറി ഒരു കഴിച്ചില്ലേ? സ്പൂൺ തരുമോ? സ്റ്റോറി കിട്ടി കഴിയുമ്പോഴത്തേക്ക് നേരെ വന്നു. അയ്യോ സ്റ്റോറി എടുക്കണമെന്ന് വിചാരിച്ചാൽ മറന്നു. അന്നെടുത്തോ, കുഴപ്പമൊന്നുമില്ല. അടുത്തിട്ട് വെച്ചെടുത്തു. ടു സ്പൈസി. സെയിം ആണ് രണ്ടും. അതേതായിരുന്നു സോനുവിന്റെ? പിന്നെ സോനുവിന്റെ റിവ്യൂവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഫോൺ വെച്ചേ, ഫോൺ. നടക്കോ സാർ? ഇതപ്പുറത്തൊന്നും ശരി. മഷു പറയുന്നത് അല്ല മഷു? ബേബി അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോ എനിക്ക് സങ്കടം. ഒറ്റടോ നമ്മ ഭയങ്കര ഓവറാട്ടെ ബേബി രണ്ടുപേരും ഈ ലോകില് അമ്മയാ. കിട്ടിക്കോളും. ഇതെന്തെങ്കിലും ഉരുട്ടി കളിക്കണം. വളരെ ഹരി സ്വീറ്റ്, ഹരി സ്പൈസി. ഉമ്മച്ചീന്റെ ഇതിനനുസരിച്ച്. എനിക്ക് spicy ആണ് വേണ്ടത്. സ്വീറ്റ് ആയിട്ട് വേണം എനിക്ക് സ്പൈസി. സഹിക്കും ചിക്കൻ നിന്ന് നോക്കി ഇവിടെ കാണിച്ചെടുത്ത പീസ് തമ്മിൽ മീസോ സൂപ്പറല്ലേ? ചിക്കൻ ടേസ്റ്റ് ചെയ്യുമോ? ഡാഡൊക്കെ അത് കൊടുക്കണം കേട്ടോ. I like it. ഇതാണെന്റെ കൈ നോക്ക്. എന്നിട്ട് അറിയണോ നമ്മളെ? അവിടെ കൊള്ളാം. ഇപ്പൊ ചിക്കൻ തരാം, പിന്നെ എല്ലാം കൂടെ കൂട്ടിയിട്ട് തരാം. അതേതാ? സ്പൈസി വൺ. കൊള്ളാം. നൈസ്. അത് സ്വീറ്റ് അതും കഴിക്കും. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. എന്റെ ഡ്രസ് ചെയ്യണ്ടേ? ഞാൻ കറക്റ്റ് പറഞ്ഞില്ലേ? ഞാൻ അപ്പൊ എടുത്ത കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി അത് എന്തെങ്കിലും പണി പാളാൻ ചാൻസ് ഉണ്ടെന്ന്. ഡ്രസ് ചെയ്യണ്ടോ? അല്ല അത് കണ്ട അപ്പൊ എടുത്ത കണ്ടപ്പോ എനിക്ക് തോന്നി അത് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. ആലോചിക്കണം ഞാൻ എടുക്കണോ വേണ്ടേ സുനുവിന്റെ ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പുണ്ട്. എനിക്ക് ഇതൊക്കെ തണുപ്പുണ്ടോ? ഫേസിൽ കുട്ടിക്ക് കഴുകാൻ നോക്ക്. ഇത് കഴുകണം അല്ലെങ്കിൽ കാര്യമില്ല. ഇതിന് തണുപ്പുണ്ടതാടാ? ഏതിന്? ഇത് കഴിക്കുന്നോടെ കഴിച്ചെടുത്ത് തണുപ്പുണ്ടാ? ഏതിനടാ? ഇത് തണുപ്പുണ്ട്. കഴിച്ചോ കഴിച്ചോ? നിനക്ക് വേണ്ട കഴിക്കും. ചൂടാറിയാന്ന് വെച്ചോ. ഇനിയിപ്പോ ഫുള്ള് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഇത് തിന്നണ്ടേന്നൊന്ന് അടിച്ചു നോക്കി. ഞാൻ കാണിച്ചോ അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെയല്ലേ ഇത് ഒഴിച്ചിട്ട് അതല്ല ഇങ്ങനെ ഓരോന്ന് ഒഴിച്ചിട്ട് അങ്ങനെയല്ല. അതല്ല ലക്ഷ്മി, ഇത് അതാ റൈസ് ഉദ്ദേശിച്ച പറയുമ്പോ കുറച്ച് അപ്പം പോലെയല്ല. ആ സൂപ്പിന്റെ ഒപ്പം എങ്ങനെ കഴിക്കണമെന്നാണ് അവള് സെർച്ച് ചെയ്തത്. ഫുൾ സൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ മിക്സ് ചെയ്യണത്. നിനക്കുണ്ടാ? മിക്സ് ചെയ്യണം. ഇത് ഫുള്ള് മിക്സ് ചെയ്യണ്ടേ? ആ സൂപ്പ് കുറച്ചിട്ട് ഡിപ്പെൻഡ് ഓൺ us എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നമുക്ക് ഞാൻ ഇങ്ങനെ mix വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ മിക്സ് ചെയ്യാൻ പോണേ. സൂപ്പ് ഒഴിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം. സുനു മിക്സ് ചെയ്യാൻ പോണം എന്നിട്ട് ആരും തൊടൂലെന്നറിയാം. ഞാൻ എന്തായാലും പോയി മിക്സ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് അങ്ങനെയല്ല എന്നാ ഞാനിങ്ങനെ മുക്ബാങ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ചിക്കൻ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ഇപ്പം ഞാനും
ഒരു പരീക്ഷണം ചെയ്യാൻ പോണം. എന്താണ് പരീക്ഷണം പറ? കഴിക്കണേ കഴിച്ചു. No. നോ I don't want. ഇങ്ങനെ തന്നെ എനിക്ക് ചിലപ്പോ കഴിക്കണം പറയാൻ പറ്റൂല. ആ ഒഴിച്ചിട്ടല്ലേ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കുന്ന ഈ കഞ്ഞിവെള്ളം ആണ്. മിസോ സൂപ്പ് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് എഗ് മഷപ്പം മനസ്സിൽ ഈ എഗ് ചിക്കൻ സൂപ്പ് ഇങ്ങനെ മിക്സ് ആക്കി മിക്സ് ആക്കി കഴിഞ്ഞാൽ കഴിച്ചു നോക്കി മിക്സ് ആക്കിയത്. പക്ഷെ നോക്കണം എന്തൊക്കെ ചെയ്യാണ്ടേ. സൂപ്പ് വേണോ? സൂപ്പ് എങ്ങനെയുണ്ട് സർ? കൊള്ളാം. വളരെ വായി വെക്കുമ്പോ ഒരു ഇന്ന് മഷ ട്രൈ മഷ ഇങ്ങനെ നോക്കണേ എങ്ങനെയുണ്ട് കഴിക്കണ വേണ്ട. വായി വെക്കുമ്പോ പെട്ടെന്ന് ഒരു ഫ്ലേവർ ഇല്ലാണ്ട് ആ എഗിന്റെ ഒരു ഇത് വരും. വായി വെച്ച് ചവച്ച് ചെയ്യുമ്പോ ആ ചിക്കന്റെ ഒരു ഫ്ലേവർ നല്ലുണ്ട്. വളരെ നല്ലതാണോ? നിക്ക് ഞാന് ഇതൊക്കെ ആദ്യം എന്ത് ചെയ്ത് കണ്ടില്ല ഗൈസ്. ഇതൊക്കെ വന്നപ്പോ എല്ലാരും ഇത് എന്റെ പെടലിൽ വെച്ചു. ഞാൻ സൈഗും പാവരും I ordered 2, you said 3. Why, baby? അത് സൈഗുനും വേണം എനിക്ക് വേണം നിനക്ക് വേണം എന്ന് പറഞ്ഞു. ഞാൻ വെച്ചോളൂ. സോനും ഉണ്ട് സോനു. എനിതാ ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ജാപ്പനീസും കൊറിയൻ ഫുഡും എല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. ഒരു ഇൻകംപ്ലീറ്റ് ഫീലാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇവര് നന്നായിട്ട് കഴിച്ചു രണ്ടുപേരും അല്ലെ. അവർ റൈസ് കഴിച്ചോണ്ട് എനിക്ക് ആദ്യം നീ ഓർഡർ ചെയ്ത മറ്റേ ആ ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ ആണല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. മറ്റേതൊക്കെ ജസ്റ്റ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. അത് അത്ര വലിയ ഗുമ്മായിട്ട് ഫീൽ ചെയ്തില്ല. ഓക്കെ അടുത്ത ഇനി ഇവർക്ക് ഇവിടെ ഒരു മിക്സ് ഇവിടുന്ന് ഞങ്ങള് മലേഷ്യയിൽ വെച്ചിട്ടും ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇതുണ്ടല്ലേ അവിടെ ഇവിടുന്ന് ക്രോസ് ചെയ്ത് നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോണേണ്. അവിടുന്ന് ഇവർക്ക് കുടിക്കാൻ എന്തൊക്കെയോ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. കറക്റ്റ് തന്നെ ഫോളോ ചെയ്തോ. കറക്റ്റ് തന്നെ ഫോളോ ചെയ്തോ. വാ 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 കയറി എന്നിട്ട് അവിടെ നിന്ന് നോക്ക് എന്താ വേണ്ടത്. ഓക്കെ ഐറ്റംസ് ഏതാ പറഞ്ഞെന്താ വേണ്ടത്? അത് മോസ്റ്റ്ലി ഇങ്ങനെ പീസസ് ആണ് കൊറേ. അത് ഇങ്ങനെ സൺഡേ അല്ലേ, ഡ്രിങ്ക് അല്ലേ അത് പലതും. ഓക്കെ ഗൈസ് അപ്പൊ ഇവരൊരു തീരുമാനത്തിലെത്തട്ടെ. ഞങ്ങൾ അവിടുന്ന് തിന്നെയും കുടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പ്ലാറ്റിനം മാളിന്റെ എൻട്രൻസിൽ ഇതിപ്പോ കയറിക്കൊണ്ടിരിക്കുക. കാണിച്ചു തരാം.
ഇനി ഇവിടുന്ന് കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാവർക്കും ഷോപ്പ് ചെയ്യാൻ വേണ്ടി നേരെ പ്ലാറ്റിനം മാളിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴും ഇവരെല്ലാരും പറഞ്ഞോണ്ടിരിക്കില്ല പ്ലാറ്റിനം ഫാഷൻ മോൾ. നല്ല നല്ല ഫ്രോക്കുകളുണ്ട്. നൈസായിട്ടുണ്ട്, കൊള്ളാം. അതിന്റെ അപ്പുറത്തെ ബ്ലാക്കും കൊള്ളാം കേട്ടോ. അതും കൊള്ളാം, മൂന്നും കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. നോക്ക്, അത് ഡിഫറെന്റ് ആയിട്ട്. അത് ഉറപ്പായിട്ടുണ്ടാവും. അതിൽ കുറേ നീ നോക്കണ്ട. എന്നുവെച്ചാൽ ഇത് കുറച്ച് ഡിസൈനർ വേറെ. അവിടെ മഷൂന്ന് ഇഷ്ടപ്പെട്ടതിന്റെ വില വെച്ച് 2500 ബാർ. അതായത് നമ്മുടെ അവിടുത്തെ ഒരു 6,000 സംതിങ്. അതെ, ഈ ബ്ലാക്ക് കൊള്ളാട്ടോ. 200 ഒക്കെ ചെറിയ റേറ്റാ. നല്ല രസമുണ്ട്. അതിന്റെ കളർ വൈറ്റിനൊക്കെ അത് നൈസായിരിക്കും. വൈറ്റ് ബ്ലാക്കിന് പിന്നെ ഷുവർ. ഇതിനൊക്കെ ഓക്കെ, അടിപൊളി. അതിക്ക് ഇതെടുക്ക, ഈ ബ്ലാക്കും അല്ലെങ്കിൽ 2 കളർ എടുക്കും. കൊള്ളാം രണ്ടും. അല്ല കൊള്ളാം, സംഭവം എടുക്കണ്ട ഇല്ലേ? നല്ല ബാക്ക് പാക്ക്. യെസ്. സുനു അങ്ങനെ വീണ്ടും ഷോപ്പായിട്ട്. സുനുവിന്റെ കയ്യിലാണ് ക്യാഷ് എല്ലാം റെഡിയാക്കി വെച്ചേക്കള്. കൊള്ളാട്ടോ, അത് കൊള്ളാം. അത് ബ്ലാക്ക്, മഷ് ബ്ലാക്ക് കൊടുത്ത് സുനു ക്രീം കളർ കൊടുക്കും. മാറി ഇടും, അത്രേ ഉള്ളത്. ഓക്കെ, അതെ. വാ, നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ പോവാം. ഇനിയും ഒരുപാട്. നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഷോപ്പിംഗ് നടത്തി. സോനുവിന് പറ്റിയ നല്ല കോട്ട് സെറ്റ് ഉണ്ടല്ലോ. നൈസായിട്ടുണ്ട്. എനിക്കറിയില്ല, സോന് പറന്ന് നടക്കലായിരിക്കും. സോന് സ്റ്റോറിയൊക്കെ ഇട്ട് പറന്ന് നടക്കലായിരിക്കും. നോക്കിയേ പാർട്ടി ഉള്ളിലൊക്കെ നല്ല ലൈറ്റ്. കൊള്ളാം, നൈസ്. ഹൗ മച്ച് ഫോർ ദീസ്? 1,800 ആകുമ്പോഴത്തേക്കും അത്യാവശ്യം റേറ്റ്. 2000, 3000, 3600, 5000. അത്യാവശ്യം നല്ല വിലയായി. പക്ഷെ കൊള്ളാം, മോഡൽ കൊള്ളാം. അത്യാവശ്യം ഇവിടെ ഇത്തിരി മോഡസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കോസ്റ്റ്യൂം. ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും. last time. It's okay. Too excellent. So big, yes? Yeah. Different light dress. $450 baht. $450 baht. എടുക്കണ്ട ഇപ്പുറത്തേക്ക് ഉണ്ടോ കുറെ കളക്ഷൻ. ബ്ലൂ ഒക്കെ വൈകി ബ്ലൂ അത് ഇടല നല്ല നല്ല ലൈറ്റ് ഡ്രസ്സുകൾ, നല്ല ഫ്രീ ആയിട്ടുള്ള ലൈറ്റ് ഉള്ളിലൊക്കെ ഇടുന്നുണ്ട്.
പൂട്ടാൻ തുടങ്ങി ഗൈസ്. ഇത്ര ദിവസം വലിയ ആൾക്കാർക്കാണ് ഫുള്ള് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ പിള്ളേർക്ക് ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ വരുമ്പോഴാണ്. ഈ ബാങ്കോക്ക് തായ്ലാൻഡ് വരുമ്പോഴാണ് ഡ്രസ്സ് എടുക്കാറ്. അപ്പൊ ഇവിടെ ആയിട്ട് ഇപ്പൊ പുതിയ ഡ്രസ്സ് കുറേയൊക്കെ നമുക്ക് സെയിം ഉള്ള കളക്ഷനൊക്കെ തന്നെയാണ്. പുതിയത് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ പറക്കി എടുക്കാന്ന് വിചാരിച്ച് സൈഗൂനും എബ്രൂനുമായിട്ട് ഇതൊക്കെ നമ്മൾ എടുത്ത് വെച്ചേക്കാം. മാർച്ചുടി ഓക്കെ. ഏത് ഡെനിമിൽ വൈറ്റാ? ഓക്കെ ബ്രദർ that one. That green. Denim and white t-shirt. Guys, സോനുവിന് പറ്റിയ അത്യാവശ്യം മോഡസ്റ്റ് ആയിട്ടുള്ള മൂന്നാല് ഡ്രസ്സായിട്ട് തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻ എന്താ പറയാ കിട്ടില്ല. നല്ല നല്ല ഐറ്റംസ് കിട്ടി. ഇവിടെ കമന്റ് ബോക്സിൽ മറ്റേ സോനുവിന്റെ യെല്ലോ ഡ്രസ്സിന്റെ കാര്യം പറയുന്ന യുദ്ധമാണ്. എന്റെ പൊന്നു കൈസ്, അതൊക്കെ ഞങ്ങൾ ഒരൊറ്റ ദിവസം ഷൂട്ട് ചെയ്തതാണ്. ഒരു ദിവസം ഒരു 3-4 വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അതാണ് നിങ്ങൾ കാണുന്നത്. അല്ലാണ്ട് ഇത് പിറ്റേ ദിവസം മറ്റു ദിവസം അങ്ങനെ ഇട്ടല്ല. ഞങ്ങൾ തായ്ലാന്റിൽ വന്നിട്ട് ഒരു 3-4 വീഡിയോ ഒന്നിച്ച് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ദിവസം ഒരു ഡ്രസ്സായിരിക്കും കിട്ടും. നിങ്ങൾ ഇതിനകത്തൊക്കെ കിടന്നിട്ട് കമന്റ് ബോക്സിലൊക്കെ കിടന്നിട്ടും ഓക്കെ. ഞാൻ സോനുവിന് ഈ ഒരു മോഡലിന് 2 കളർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പില് ഈ 2 തന്നെ കളറാണെന്ന് നമ്മൾ എടുത്തേക്കണം. ബാക്ക് ക്യാമറ അല്ലേ? അത് പിന്നെ ഒന്നത് ഈ ഒരു ടൈപ്പില് ഇവിടെ മേളിൽ ഓറഞ്ച് വന്നിട്ടുള്ള ടൈപ്പിൽ ഇത് തന്നെ പിന്നെ ഫ്രഷ് പീസ് അവരെടുത്ത് പാക്ക് വെച്ചു. പിന്നെ ഈ സൈഡ്സിൽ ഒരു ക്രീം കളർ അങ്ങനെ എടുക്കണം. കൊള്ളാം. നമ്മൾ ടോപ്പിനാക്കും കുറവാണ് പ്രശ്നം. ടോപ്പ് ലെങ്ത് ഉണ്ടെങ്കിൽ തലയിൽ വരും. അത് ഇതാണ് സ്വരം. ടോപ്പിന് ഇറക്കും കുറവാണ്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആ ഷോപ്പിംഗ് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് പോവാം. എന്റെ പേയ്മെന്റ് ഗൈസ്. അങ്ങനെ സോനുവിന് നല്ല കിട്ടിലൻ കളക്ഷൻസ് ഒക്കെ കിട്ടി. പിന്നെ സുനുവിനും മഷുവിനും നല്ല സ്കേർട്ടൊക്കെ കിട്ടി. ഞാൻ ഒരു പ്രാവശ്യം മലേഷ്യയിൽ നിന്ന് നല്ലൊരു എന്താ പറയാ ഇങ്ങനെ ഷൈനിങ് ഉള്ള ടൈപ്പ് ഒരു സ്കേർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറിൽ. അതിന്റെ കളർ സീനൊക്കെ ഇവിടെ നല്ല ഉണ്ടായിരുന്നു. ചെറിയ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കിട്ടി. ഇപ്പൊ ഞങ്ങൾ എവരിത്തിങ് 20 എന്ന് പറഞ്ഞൊരു സ്റ്റോറിന്റെ ഫ്രണ്ടിലാണ്. ഇതുണ്ടല്ലേ, ഏതെടുത്താലും എന്തെടുത്താലും വെറും 20 ബാത്തുള്ളൂ. 20 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് 50 രൂപ. എന്തെടുത്താലും 50 രൂപ. 50 രൂപേന്റെ ഉള്ളിൽ നിൽക്കും. അപ്പൊ ഇവിടെ ആയിട്ട് സുനും സോനും കൂടെ ഒരു ഓട്ടോ ഓടിയാണ് ഇത് കണ്ടിട്ട്. അവര് എന്താ വെച്ചാൽ കുറെയൊക്കെ ഷോപ്പ് ക്ലോസിംഗ് ടൈമായി. അടുത്തടുത്ത് ട്രാക്കായിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാടാ, നല്ല കളക്ഷൻ ഉണ്ട്. ഏതെടുത്താലും 50 രൂപ. എടാ, ഇന്ത്യൻ മണി 50 രൂപ. ഇവിടത്തെ 20 ബാത്ത്. അത് അവനെ എടുത്ത് കൈ പിടിച്ചാലേക്ക് നിങ്ങക്ക് പണി നടക്കൂല. അവനെല്ലാം വലിച്ചു വരെ എടുക്കും. അടുത്ത എന്താ വെച്ചാ ട്രയലിട് വേണ്ട വെച്ചാൽ ട്രയലിട്. എടുത്തോ, ട്രയലിട് ലാസ്റ്റ് ഒന്നിച്ച് ബില്ല്. ഇരുപത് സൈഗോ എടുത്ത് ട്രൈ ഇട്ടോട്ടെ. സൈഗോ ചോദിച്ചിട്ട് എടുക്കണോട്ടെ. 20 ഗൈസ്. ഓക്കെ, ഏതെടുത്താലും 20 പക്ഷേ ഗൈസ്. അങ്ങനെ ഞങ്ങള് പ്ലാറ്റിനം മാളിന്റെ ഉള്ളിൽ നിന്ന് ഷോപ്പ് ചെയ്ത് പതിവ് പോലെ എല്ലാ ഷോപ്പുകളും പൂട്ടിയിറങ്ങി. ടോയ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് സൈക്കിളല്ലേ. അവിടുത്തെ ഉള്ളിലത്തെ എല്ലാ ഷോപ്പുകളും പൂട്ടിച്ചിറങ്ങി. അവിടെ ഈ 8 o'clock ഒക്കെ ആകുമ്പോ തന്നെ ഷോപ്പുകളൊക്കെ പറഞ്ഞ പൂട്ടും. അപ്പൊ പുറത്ത് നമ്മൾ ഔട്ട് സൈഡ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് മാൾ സൈഡിൽ കൂടെ ഒക്കെ തന്നെ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്നൊക്കെ ഉള്ളി കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാരും ഇവിടുന്ന് പർച്ചേസ് തുടങ്ങും. സോനൊക്കെ പർച്ചേസ് കവറൊക്കെ ഹെവി പർച്ചേസ്. ഇവിടെ മാംഗോ സ്റ്റിക്കറീസ് ഒക്കെ ഇട്ടിട്ടാ.
കൊടുക്കണ കൂടെ ആ ഓക്കെ, അപ്പൊ ഇവിടെ ഇരുന്നോ, ഈ ടേബിളിൽ ഇരുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ഇവിടെ കിട്ടുമായിരിക്കും നോക്കാം, നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കട്ടെ ആയിരുന്നു എന്തെങ്കിലും മേടിക്കാം ആ കുടിക്കാം. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഫുഡിന് കൊച്ചിന് ഫുഡും കൊടുത്ത് ആ മാംഗോ സ്റ്റിക്ക് റൈസ് മതിയാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഓർഡർ ചെയ്യാം. ഡ്രിങ്കും ഉണ്ട്. ഗൈസ്, അങ്ങനെ സോനും സുനും കൂടെ പിന്നെയും എന്തൊക്കെയോ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയേക്കണേ. മഷി ഇവിടെ ആയിട്ട് കൊച്ചിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുള്ളത് മാത്രമേ ഞാൻ കണ്ടോണ്ടിരിക്കണേ. ഈ വെള്ളത്തിന് വേണ്ടി ബേബി ചൂടുവെള്ളം അന്വേഷിച്ച് ഞാൻ അറ്റം വരെ പോയി ആ ബൗളില്. അതിന് ചൂടുവെള്ളം കൊണ്ടുവന്ന് മിക്ക ഷോപ്പുകളിലും ചൂടുവെള്ളം ഇല്ല. പിന്നെ ഒരു ലേഡി അത് അവർക്ക് മനസ്സിലായി കൊച്ചിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ്, അങ്ങനെ അവര് മേക്ക് ചെയ്ത് തന്നാണ്. പിന്നെ നമ്മളിവിടെ അവിടെ നിന്ന് തന്നെ നമ്മള് ഈ നെട്ടല്ല ഇത് എന്താണ് ഇതിന് പറയുന്നത്, നെട്ടല്ല ബനാന പാൻകേക്ക് ഇതല്ലേ, ബനാന റൊട്ടി. ആ ബനാന റൊട്ടി, നെട്ടല്ല ബനാന റൊട്ടി, അതും ഞാൻ 2 ഓർഡർ ചെയ്ത്. പിന്നെ വലിയ ക്വാണ്ടിറ്റി മാംഗോ സ്റ്റിക്ക് റൈസും ഓർഡർ ചെയ്ത് വരുത്തിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ വിൽക്കാം. ആക്ച്വലി മോളുടെ പുറത്താണ് ഒരു ആ, street. സൈഡാണ്. നല്ല രസമുണ്ട് അല്ലേ, നമ്മൾ അടിപൊളി. വരുമ്പോ കണ്ടില്ല. നല്ല വൈബാണ് ഇതല്ലേ. ഒന്നും പറയണ്ട കേസ്, ഇത് വാങ്ങി ചെത്തിയെടുക്കാൻ കിടന്ന് ഞാൻ പാട് പറഞ്ഞു. മണിക്കൂർ പോലും ഉണ്ട് ആക്ച്വലി നമുക്കത് അറിയാൻ വേണ്ടി മിക്സ് അതായത് ഒരു സ്റ്റൈലിന് വേണ്ടിട്ട് ഒരു ഷോ. ആ ഈ തോട് കളയാനാണ് അവര് കട്ട് ചെയ്ത് ഇങ്ങനെ മലത്തി വെക്കണം. പക്ഷെ നമുക്ക് എടുക്കുമ്പോ എനിക്ക് ഒരു മിനിറ്റ് കാണിക്കട്ടെ. ഇങ്ങനെ കെട്ടി വെച്ചു. ഇവിടെ കൈ നോക്കിയപ്പോ എന്റെ കേക്കില്ലേ, ഇവിടെ മറ്റേ പൈപ്പ് പോലും ഇല്ല. ഞാൻ സുരേഷായിട്ട് കയറി കാണിക്കും നല്ല പഴുത്ത് മാങ്ങാറും കുഴപ്പമില്ല. പിന്നെ നല്ല ടേസ്റ്റ് കിട്ടും. ഇതാരണം ഇങ്ങനെ അവര് കത്തിയായിട്ട് വന്നേനെ. അങ്ങനെ ബഷി ഇവിടുത്തെ ഒഫീഷ്യലി ജോലിക്കാരനായിരിക്കുകയാണ്. എബു മമ്മ കഴിക്കണാണോ? ഇതിനു വേണ്ടി എത്ര ദൂരം പോയി വന്നറിയോ ബേബി? എന്തിനീ വെള്ളമില്ല ഇവിടെ? വെള്ളം ഇവിടെ ഹോട്ട് വാട്ടർ വെച്ചിട്ട് ആരും ഒന്നും ഇവിടെ ചെയ്യണില്ല. എന്താ പറയാ, നമ്മൾ പിന്നെ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് അവർക്ക് തരാൻ തോന്നിയ അവർ തരും. മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു രക്ഷയില്ല. മേഡ് ഇൻ ചൈന. മേഡ് ഇൻ ചൈന, മേഡ് ഇൻ തായ്ലാൻഡ്. അതല്ല, നമ്മുടെ മിക്സിങ് മേഡ് ഇൻ ചൈന, ഐറ്റം തായ്ലാൻഡ് ആയിരിക്കും. സൈഗു എത്ര സൈഗു? സാഹിബ് ഒരു ഫുള്ള് സ്റ്റിക്കർ അടിച്ചത്. ആണോ? വയറൊക്കെ പിന്നെ ഒരു നൂട്ടല്ല, മറ്റേ ബനാന നൂട്ടല്ലേ, അത് പറഞ്ഞ ഫുള്ള് തീർത്തിട്ടിരിക്കുന്നത്. എന്തുട്ട് ഇച്ചിരി ബാക്കി വെച്ചതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതാ അത് ഈ ഫുള്ള് ചിക്കൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ, ലാസ്റ്റ് ഞാൻ പറഞ്ഞു കഴിച്ചോ ഫുള്ള്. ലാസ്റ്റ് നിങ്ങൾക്ക് 2 പീസ് ബാക്കി വെച്ചേക്കും. ഞാൻ പറഞ്ഞ 2 പീസായിട്ട് നീ അത് കൂടെ കഴിച്ച് തീർന്നു. നല്ല ജ്യൂസി ആയിട്ടിരിക്കണം, ഇത് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എക്സ്ട്രാ മിൽക്ക് വാങ്ങിച്ചു പറഞ്ഞു. നിനക്ക് കഴിയുള്ളൂ. എങ്ങനെയുണ്ട്? കൊടുക്കത്തെ ടേസ്റ്റ്. ബേബി മിക്സ് ചെയ്യണം നമ്മളെ പോലെയല്ല. നമ്മളൊരു പീസ് മാങ്ങ കുറച്ച് പാലാന്ന് വെക്കാം. ബേബി നല്ലോണം ഇങ്ങനെ കഞ്ഞി പോലെ അടിപൊളി. നമ്മൾ ഫസ്റ്റ് മാംഗോ സ്റ്റിക്ക് റൈസ്, മാംഗോ ഫുഡ്, മാംഗോ സ്റ്റിക്ക് റൈസ് കിടക്കി തായ്ലാൻഡ് തന്നെ വന്നു. അല്ല, എനിക്ക് മലേഷ്യ കഴിച്ചിട്ട് ആയില്ല. കിട്ടില്ല. ആദ്യം കഴിച്ച അതേ ടേസ്റ്റ്. ആദ്യം വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞത്. ഇതിട്ടില്ല, നീ മുട്ടായിട്ടില്ല. ഞങ്ങൾ എന്റെ ഇടയിൽ എവിടെ പോയി, ഞാൻ സുനു കൂടെ എവിടെ പോയെന്ന് പറഞ്ഞ സുനു ഈവൻ ബോയ് മൂന്ന് സാധനങ്ങൾ പിന്നെ മിൽക്ക് വയ്ക്കണ്ടേ? മിൽക്കൊക്കെ എക്സ്ട്രാ വാങ്ങിച്ചാണ്. നമുക്ക് കുറച്ച് കൂടുതൽ മിൽക്ക് വേണം എപ്പോഴും. തേങ്ങാപ്പാല് അതിൽ വെച്ച് ഈ സൈഡിലെ സാധനങ്ങളൊക്കെ കാണിച്ചാ. പക്ഷേ ഈ സൈഡിലുള്ള ജസ്റ്റ് ഓടിച്ചാണ്. വന്ന വഴിക്ക് ഓടുന്ന സമയത്തൊക്കെ കണ്ടായിരുന്നു. ഇവർ രണ്ടും കൂടെ പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നെ. ഇവർ രണ്ടും കൂടെ പോയിട്ട് 1 മണിക്കൂർ 1 മണിക്കൂർ 1 മണിക്കൂർ ആ 1 മണിക്കൂർ ഇവർ രണ്ടും കൂടെ പോയിട്ട്.
ചെറിയ സെക്ഷൻസ് ആണ് അല്ല ഞാൻ എനിക്കെന്താ ഫീൽ ചെയ്യണമെന്ന് വേണ്ടവര് വാ വിളിച്ചോ ആ ഇനി നീ ഒന്നിലേക്ക് ക്യാമറ അല്ലെങ്കിൽ നീ കഴിക്കും. ഹലോ പാ വിളിച്ചല്ലോ എനിക്ക് പൊളിച്ചില്ല ആക്ച്വലി. വേണ്ട വേണ്ട ആ ഗൈസ്, അപ്പൊ നമ്മുടെ ഷോപ്പിങ്ങും അതേപോലെ തന്നെ ഫുഡടിയും എല്ലാം കഴിഞ്ഞു. രാത്രി 9:30 ഇവിടുത്തെ ടൈം. നല്ല ടയർഡാണ് ഗൈസ്. ഇപ്പൊ ടാക്സി ബുക്ക് ചെയ്തിട്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാല് ഇൻഷാ അല്ലാ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.